പനിനീര് അല്ലെ റോസ് വാട്ടർ. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന റോസ് വാട്ടർ ഒറിജിനൽ റോസ് വാട്ടർ ഒന്നും അല്ല കേട്ടോ. എനിക്കത് മനസ്സിലായത് ഞാൻ വീട്ടിൽ തന്നെ റോസ് വാട്ടർ ഉണ്ടാക്കി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എനിക്ക് റോസ് വാട്ടർ ഉണ്ടാക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്തു. ഞാൻ സാധാരണ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ കടയിൽ നിന്ന് കിട്ടുന്നതൊന്നും റോസ് വാട്ടർ അല്ല, റോസ് പെർഫ്യൂംഡ് വാട്ടർ ആയിരുന്നു എന്ന്. അപ്പോൾ ഇത് തേച്ചപ്പം ജസ്റ്റ് പച്ചവെള്ളം തേക്കുന്ന എഫക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറിജിനൽ റോസ് വാട്ടർ യൂസ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ സ്കിന്നിൽ വിസിബിളായിട്ടുള്ള ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങളാരും പറ്റിക്കപ്പെടാതിരിക്കുക. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ ഇത്രയും ചീപ്പായിട്ട് റോസ് വാട്ടറൊക്കെ കിട്ടുമോ, എത്ര നമ്മൾ എഫേർട്ട് ഇടുമ്പോഴാണ് നമുക്കൊരു ഇത്രയും റോസ് വാട്ടർ കിട്ടുന്നത്. അപ്പോൾ അതിന് നല്ല റേറ്റ് ആയിരിക്കില്ലേ എന്ന് പിന്നീടാണ് മനസ്സിലായത്. ഒറിജിനൽ റോസ് വാട്ടറിന് നല്ല റേറ്റ് തന്നെയാണ്. റോസ് വാട്ടർ എന്ന പേരിൽ റോസ് പെർഫ്യൂംഡ് വാട്ടറിന് വലിയ റേറ്റ് ഒന്നുമില്ല. വളരെ ചീപ്പ് റേറ്റിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കിട്ടും. പിന്നീട് ഒരിക്കലും ഞാൻ റോസ് വാട്ടർ ആണെന്ന് പറഞ്ഞ് കടയിൽ നിന്നൊന്നും വാങ്ങിയിട്ടില്ല. എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് പതിവ്. അങ്ങനെ നമ്മുടെ വീട്ടിലാണെങ്കിലേ നിറയെ റോസാപ്പൂ ഉണ്ട്. അതിപ്പോൾ ചെറുതാണേലും വലുതാണേലും, അതായത് ലൈറ്റ് റോസ് കളറാണേലും റോസ് കളറാണേലും അങ്ങനെ എല്ലാ കളർ റോസാപ്പൂ ഉള്ളത് കൊണ്ട് നമുക്ക് എപ്പോൾ വേണേലും ഇത് ഉണ്ടാക്കാം. ഇന്ന സമയമൊന്നുമില്ല. മഴക്കാലം ആയാലും വേനൽക്കാലം ആണെങ്കിലും എപ്പോഴും നമ്മുടെ വീട്ടിൽ റോസാപ്പൂ എടുക്കാൻ കാണും. ഒരു ദിവസം ഒരു 6 പൂവെങ്കിലും ഒരു റോസയിൽ നിന്ന് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നതെന്ന് വിചാരിച്ച് ഞാൻ പിന്നീട് എപ്പോഴും വീട്ടിൽ തന്നെയാണ് റോസ് വാട്ടർ ഉണ്ടാക്കാറുള്ളത്. പിന്നീട് എന്ത് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുള്ളൂ, കടയിൽ നിന്ന് വാങ്ങാറില്ല. കാരണം കടയിൽ നിന്ന് ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന പലതും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. പിന്നീട് ഒരിക്കലും ഞാൻ ഈ പറ്റിപ്പിന് നിന്ന് കൊടുക്കാൻ പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക,